ഹലോ ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ എന്നൊരു വിശേഷം. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. അപ്പം US ഇറാൻ ഇഷ്യൂസ് അപ്പം അത് കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ മാർക്കറ്റിലും ചില രീതിയിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ട്. FIAസിൻ്റെ സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ മാർക്കറ്റിൽ ഇതുവരേക്കും ഒരു സ്റ്റെബിലിറ്റി വരാത്തത്. ഓക്കെ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും FIAസിനെയും അല്ലാതെ ഫോറിൻ ബോൺസിനെ എല്ലാം പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള നടപടികൾ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാത്ത പക്ഷം ഈ ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പോസിബിലിറ്റി. ഇപ്പോൾ നമുക്കിവിടെ നിലവിൽ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ 60 പോയിന്റ് സബ്സൈഡിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. S&Pയുടെയും നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ നെഗറ്റീവായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സ് പൊതുവെ നോക്കുമ്പോൾ സെല്ലിംഗ് പ്രഷർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. FTSE 41 പോയിന്റും CAC 58 പോയിന്റ് DAX 328 പോയിന്റ്സ് ഡൗൺ സൈഡാണ്. ആൻഡ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു 3 പോയിന്റ്സ് ഡൗൺ സൈഡ്, അതായത് ഫ്ലാറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഓപ്പണിംഗ് തന്നെയായിരിക്കും നമുക്കും സാധ്യത. ഇപ്പോൾ ടോട്ടലുള്ള ഓവറോൾ ഏഷ്യൻ മാർക്കറ്റ്സ് നോക്കുമ്പോഴത്തേക്കും ഓവറോൾ എല്ലാ മാർക്കറ്റ്സും നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യാണ്. നിക്കി 1 to 1.7 പോയിന്റ്സ് ഡൗൺ സൈഡിൽ ട്രേഡ് ചെയ്യാണ്. സ്ട്രേറ്റ് ടൈംസ് 55 പോയിന്റ്സ് ഡൗൺ സൈഡ് ആയിരുന്നു. ഹാങ്സങ് നിലവിൽ നെഗറ്റീവ്ലി ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം തായ്വാൻ വെയിറ്റഡ് പരിശോധിക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി ഒരു 240 പോയിന്റ്സ് ഡൗൺ സൈഡാണ്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി ഒന്നെങ്കിൽ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മൾ നിഫ്റ്റി അല്ല ഒന്നെങ്കിൽ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിലേക്ക് തന്നെയാണ് പോസിബിലിറ്റി സൂചിപ്പിക്കുന്നത്. സോ നമുക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, ഇനി ടൈമുണ്ട്. ആൻഡ് നിഫ്റ്റി ഇന്നലെ താഴത്തെ നമ്മുടെ ലെവൽസ് പെർഫെക്റ്റ്ലി റിയാക്ട് ചെയ്തു, കണ്ടില്ലേ? ഈ ഒരു ഡൗൺ സൈഡ് എത്തി ആൻഡ് അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് റിക്കവറിയിലേക്കുള്ള ഒരു സൂചനയാണ് തന്നത്. ആൻഡ് ലെവൽസ് പ്രത്യേകിച്ച് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ലെവൽസ് ആക്റ്റീവായിട്ട് മുൻപോട്ട് പോകും. ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഉണ്ടാക്കുന്ന പോലെ ഒരു ഫീൽ എനിക്കുണ്ട്, കണ്ടില്ലേ? നമുക്കൊരു മുകളിൽ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഫോർമേഷൻ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ലെവൽസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇനിയുള്ള കാര്യമെന്ന് പറയുന്നത്, നമുക്ക് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ 23,600 ഈ ഒരു റേഞ്ചാണ് മാർക്കറ്റിൻ്റെ ഒരു സപ്ലൈ സോണായിട്ട് നിലവിൽ ഫസ്റ്റ് ആക്ട് ചെയ്യാൻ പോകുന്നത്. അവിടെ നിന്നും തിരിച്ച് ഈ ഒരു സോണിലേക്ക്, ഒരു സെല്ലിംഗ് പ്രഷർ നേരിടാവുന്ന സോണിലേക്ക് പോകുകയാണെങ്കിൽ 23,700 to 800 ഈ ഒരു 100 പോയിന്റ് സോൺ മറികടന്നാൽ മാത്രമേ ഒരു ടോട്ടൽ പോസിറ്റീവ് ബുള്ളിഷ് സ്ട്രക്ചർ ബ്രേക്ക് എനിക്ക് കൺഫേം ചെയ്യാൻ കഴിയത്തുള്ളൂ. അവിടെ നിന്ന് റീടെസ്റ്റ് എന്നാൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് സെൻസിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഡൗൺ സൈഡ് വരുവാണെങ്കിൽ തന്നെ ഈ ഒരു ഏരിയ, ഈ ഒരു ലോ മാർക്കറ്റ് ഡിഫെൻഡ് ചെയ്യുമോ ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട 23,150 എന്ന് പറഞ്ഞ ഒരു ഏരിയ മാർക്കറ്റ് ഡിഫെൻഡ് ചെയ്യുമോ ഇല്ല എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാര്യമെന്ന് പറയുന്നത് ആ ഒരു ഗ്യാപ്പ് അപ്പ്, മുന്നേ നടന്ന ഗ്യാപ്പ് അപ്പിന് ശേഷമുള്ള ആ ഗ്യാപ്പ് ഫില്ലിംഗ് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു വലിയ ഗ്യാപ്പ് അപ്പിൻ്റെ ശേഷമുള്ള ഗ്യാപ്പ് ഫില്ലിംഗ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നിൽക്കുകയാണ്. അതിന് ഈ ഒരു ഏരിയ ഡിഫെൻഡ് ചെയ്തില്ലെങ്കിൽ 22,890 എന്നുള്ള സോണിലേക്ക് മാർക്കറ്റ് എത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. സോ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഈ ബ്ലാക്ക് ലൈൻ. 23,150 മാർക്കറ്റ് ഡിഫെൻഡ് ചെയ്തില്ലെങ്കിൽ 22,890 22,720 എന്നുള്ള റേഞ്ചിലേക്ക് മാർക്കറ്റ് വീഴാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ആ ഒരു കാര്യം മനസ്സിൽ കണ്ട് മാത്രം ട്രേഡ്സ് നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ആൻഡ് ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പം സ്റ്റോക്സ് ഒക്കെ നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റോക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നോക്കട്ടെ. അപ്പം ഇന്നലത്തെ ആ ഒരു ലോ മാർക്കറ്റ് 937 എടുത്തിട്ടാണ് മാർക്കറ്റ് അപ്സൈഡ് പോയിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്നലത്തെ ലോ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കും. SBIന് നല്ലൊരു ഡിമാൻഡ് സോണിലെത്തിയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. താഴെ പ്രോപ്പർലി ഉള്ളൊരു ഡിമാൻഡ് ഏരിയ ഉണ്ട് 900 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏരിയയിലേക്ക് പോകുമോ അതോ മാർക്കറ്റ് ഈ ഏരിയ ഡിഫെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. എന്തായാലും സ്ട്രക്ചർ വൈസ് ബെറ്റർ ആണ്. ലിക്വിഡിറ്റി ഹണ്ട് നടത്തിയ ശേഷം SBIൻ പ്രോപ്പർലി ഉള്ള ഒരു ഏരിയയിൽ നിൽക്കുകയാണ്. സോ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ SBIൻ ഒന്ന് ഫോക്കസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, പിന്നെ TMPV. ഓക്കെ, അപ്പം ഞാൻ എടുത്തിട്ടില്ല, ട്രേഡ് മിസ്സായി പോയ ട്രേഡാണ്. ചിലർ മീഡിയം ടേം ഹോൾഡ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, TMPV ഒരു നല്ലൊരു പൊസിഷൻഡ് ആണ്, വെൽ പൊസിഷൻഡ് സോണിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ് TMPV എന്ന് പറയുന്നത്. സോ അതും നമുക്ക് ഫോക്കസിലിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഞാൻ എൻ്റെ പേഴ്സണൽ ട്രേഡ്സ് എല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളെല്ലാം ഞാൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. നമുക്ക് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം. ന്യൂസസും കാര്യങ്ങളെല്ലാം ഞാൻ മാക്സിമം ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ജോയിൻ ചെയ്തിട്ടില്ലാത്ത ജോയിൻ ചെയ്യുക. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നാളെ കാണാം. താങ്ക് യു.